മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതാ ഇന്നൊരു വെറൈറ്റി വീഡിയോ എടുത്താ. വെറൈറ്റി എന്നല്ല, റമദാനല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ നനച്ചുകൾ നടത്താമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അത്യാവശ്യം സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ ചെയ്ത് വെച്ചു, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളത് എന്താ നനച്ചുകൾ പണി കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ചെയ്തു. ഈ വർഷമൊക്കെ കുറച്ച് ബിസി ആയി പോയിട്ടാണ്. കാരണം അതിൻ്റെ ഇടയിൽ വേലയുടെ തിരക്ക് വന്നപ്പോഴേ. അപ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് തുടച്ചൊരു പകുതി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അസ്മിക്കുട്ടൻ എന്നെ സഹായിക്കാണ്ട് കേട്ടോ. അസ്മിക്കുട്ടൻ ഗൈസ് ഒന്ന് വീണു, കാണിച്ചു കൊടുത്താൽ തന്നെ ദേഹണ്ട മുറിയായി. സൈക്കിളിൽ നിന്ന് വീണതാണ്. അപ്പോൾ ഞാൻ നേരെ കൊണ്ട് കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവരുന്നില്ല വിചാരിച്ചു, ഇന്ന് ക്ലാസ് ലീവല്ലേ. അപ്പോൾ കൊണ്ടുവരില്ല വിചാരിച്ചിരുന്നു, അവനക്ക് വരണം. അപ്പോൾ എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ആക്കട്ടെ. പിന്നെ എൻ്റെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സൗണ്ട് ഉണ്ടാക്കല്ലേ, ഞാൻ പറയട്ടെ, അമ്മച്ച് പറയട്ടെ. അപ്പോൾ അതെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും പിന്നെ അതേപോലെ നമ്മളുടെ ടേബിള് പിന്നെ ഇവിടെയും വിചാരിക്കുന്നുണ്ട്. ഇത് പറ്റുമോയെന്ന് അറിയില്ല, ചുമര് പറ്റുമോയെന്ന് അറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ടേബിളും പിന്നെ ഈ ഇതാ ഇരിപ്പിൻ്റെ ഇതും പെയിൻ്റ് അടിക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 5 വർഷമായി ഞാൻ ഇതൊക്കെ പെയിൻ്റ് അടിച്ചിട്ട്. കട ഇട്ടിട്ടും 5 വർഷം ആവാറായിട്ടാണ്. മാർച്ച് 23-ാം തീയതി വന്നാൽ 5 വർഷവും കട ഇട്ടിട്ട്. അപ്പോൾ അതെ 4 ആണോ 5 5-ാമത്തെ തോന്നുന്നു കേട്ടോ. പൊന്നാടാക്കണ്ട. അതെ അസ്മിക്കുട്ടടൊക്കെ ചവിട്ടിയിട്ടാണ്. അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് അവൻ ചവിട്ടിയിട്ട് ഇതാക്കിയതാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. നമ്മളുടെ നോമ്പൊക്കെ അല്ലേ. അപ്പം ഞാൻ അതാണ് പരിപാടികൾ. അപ്പം ഇനി പെയിൻറ്റ് പറ്റെങ്കിൽ പോയി വാങ്ങണം. ക്ലീനിങ് പരിപാടി ഉണ്ടോ? ഓക്കെ അസ്മിക്കുട്ട ഞാൻ ഫോൺ വാങ്ങിയപ്പോൾ ആൾ തെറ്റിയിരിക്കുക കേട്ടോ. എടാ അപ്പോൾ അതാ നമ്മുടെ ക്ലീൻ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിഠായി വാങ്ങരുത് ഇല്ലടാ. എടാ കഴിഞ്ഞു മാഷാ അല്ലാഹ്. അപ്പോൾ നോമ്പൊക്കായി. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പോരെ കാടാ ആയോ ഇതെടുക്കാണ് മിഠായി വാങ്ങാനോ? പൈസ അടക്ക്. 1 റുപ്യ വെച്ചിക്കല്ലേ? വെച്ചിക്കല്ല ഇതേ മിഠായി അങ്ങ് പോയി. അപ്പോൾ ഇതാ നമ്മളുടെ പരിപാടിയൊക്കെ ഫൈനലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ് പരിപാടിയാണ്. അത് ചിലപ്പോൾ നാളെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ നേരുന്നു. പിന്നെ ചൂട് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. റംസാനല്ലേ. പിന്നെ ഞങ്ങൾ പിന്നെ ജോലിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അത് പിന്നെ വേറെ കാര്യം. എടാ ഇതാ മിഠായി വാങ്ങി വന്നു. നോക്കട്ടെ മിഠായി അവിടെ ബബിൾക്കാ. ബൂമർ മുച്ചിക്കില്ല. ഓക്കെ. അപ്പോൾ ഇതാ എല്ലാവർക്കും റമദാൻ ആശംസകൾ പറഞ്ഞു. ആശംസകൾ പറയടാ. നോക്കടാ ഒരു ഫോട്ടോ എടുത്തു.